Hello students, today we are going to see the scanning probe microscopy. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അതുപോലെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അതെല്ലാം കണ്ടു. അവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിലെല്ലാം നമുക്ക് ലൈറ്റിൻ്റെ പകരം ഇലക്ട്രോൺസ് ആയിരുന്നു ഇമേജ് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിൽ യു ആർ നൈദർ യൂസിങ് ലൈറ്റ് ഓർ നോർ ഇലക്ട്രോൺസ് ഫോർ ഫോമിങ് ദ ഇമേജ്. അപ്പോൾ ഇവിടെ ഇതൊരു ഡിഫറെൻറ്റ് വേ തന്നെയാണ് നമുക്ക് ഇമേജ് തരുന്നത്, ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പ് ഇമേജ് ഫോം ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ കോണ്ടൻറ്റ് ടണലിങ്ങുള്ള എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ കോണ്ടൻറ്റ് ടണലിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ടണലിങ് കറൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഇത് മൈക്രോസ്കോപ്പ് ജനറേറ്റ്സ് എ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഓൺ എൻ അറ്റോമിക് സ്കെയിൽ ദാറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സർഫസ് ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്പെസിമെൻ ബീയിങ് എക്സാമിൻഡ്. അപ്പോൾ നമ്മുടെ സ്പെസിമെൻ്റെ ടോപ്പോളജിക്കൽ ഡീറ്റെയിൽസ്, ടോപ്പോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്നാൽ അതിൻ്റെ സർഫസിലൂടെ ഒരു ആ സർഫസ് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ദാറ്റ് ഓൾസോ ആണ് അറ്റോമിക് സ്കെയിൽ. അങ്ങനെ സർഫസ് സ്കാനിങ്ങിലൂടെയാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെർച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ എക്സാമിനേഷൻ ഓൺ ദി നാനോമീറ്റർ സ്കെയിൽ ഈസ് പോസിബിൾ ഇൻ ആസ് മച്ച് ആസ് മാഗ്നിഫിക്കേഷൻ ആസ് ഹൈ ആസ് 10⁹ ആർ പോസിബിൾ. അപ്പോൾ 10⁹ ടൈംസ് വരെ മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 2000 ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. 10⁹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഈവൻ സീ ദ ആറ്റംസ് ഇൻ ദ മെറ്റീരിയൽ. ഒരു ആറ്റം മിസ്സിങ് ആണോ, നമുക്ക് നേരത്തെ ഡിഫക്ട്സിലൊക്കെ നമ്മൾ കണ്ടു ആറ്റം മിസ്സിങ് ആവുന്നത്, അതുപോലെ ഇൻഡസ്ട്രീഷ്യസ് സൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെൻ യു യൂസ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് യു വിൽ ബി ഏബിൾ ടു സീ വെദർ ദ ആറ്റം ഇസ് മിസ്സിങ് ഇൻ വൺ പ്ലേസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നാനോ സ്കെയിലുള്ള നാനോ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഈ സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 3-dimensional മാഗ്നിഫൈഡ് ഇമേജസ് ആർ ജനറേറ്റഡ് ദാറ്റ് പ്രൊവൈഡ് ടോപ്പോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 3-dimensional ഇമേജസ് ആണ് ഫോം ചെയ്യുക. പിന്നെ സം SPMs മേ ബി ഓപ്പറേറ്റഡ് ഇൻ എ വെറൈറ്റി ഓഫ് എൻവയൺമെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെയുള്ള ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിലും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിലും യുവർ സ്പെസിമെൻ ഹാസ് ടു ബി ഇൻ വാക്വം. അത് മസ്റ്റാണ്. ആദ്യം നിങ്ങൾ ഈ സ്പെസിമെൻ വെച്ചിട്ടുള്ള ചേമ്പർ ഇവാക്യുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ SPMസിന് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് എൻവയൺമെൻറ്റിൽ വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. That is, you can use it in either in vacuum or in air medium or in liquid. അപ്പോൾ അതിനെക്കൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മളെ സ്പെസിമെനിന് ഏറ്റവും നന്നായിട്ട് ഏത് അറ്റ്മോസ്ഫിയറിലുള്ള ബിഹേവിയർ ആണോ നിങ്ങൾക്ക് അറിയേണ്ടത്, ആ അറ്റ്മോസ്ഫിയറിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെ ഇമേജിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിൻ്റെ ഫീച്ചേഴ്സ്. Next we have the working, how it works എന്നുള്ളത് നമുക്ക് നോക്കാം. The scanning probe microscope employ a tiny probe with a very sharp tip that is brought into very close proximity. അപ്പോൾ ജസ്റ്റ് ഇത് എൻ്റെ ഇമേജ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇമേജ് നമുക്ക് നോക്കാം. ഇതാണ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഇമേജ് തന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ടിപ്പ് ഉണ്ടാവും ആൻഡ് ഇത് വിൽ ബി സാമ്പിൾ. അപ്പം ഇതൊരു പീസോ ഇലക്ട്രിക് ട്യൂബാണ് വിത്ത് ഇലക്ട്രോഡ്സ്. പിന്നെ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ ടിപ്പും സാമ്പിളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇറ്റ് വിൽ വെരി വെരി ക്ലോസ്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് ഉണ്ടാവുക. ആ സമയത്താണ് കോണ്ടൻറ്റ് ടണലിങ് ഉണ്ടാവുക. കോണ്ടൻറ്റ് ടണലിങ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ടണലിങ് കറൻറ്റ് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ടിപ്പ് ഇതിൻ്റെ സാമ്പിളിൻ്റെ മേലെ മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയം സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ടണലിങ് കറൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുക്കുന്നത്. കറൻറ്റ് ആംപ്ലിഫൈ ചെയ്തിട്ട് ആ കറൻറ്റിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് യു ആർ ഗെറ്റിംഗ് ദ ടോപ്പോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദി സാമ്പിൾ. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദി സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്സ് എംപ്ലോയ് എ ടൈനി പ്രോബ് വിത്ത് എ വെരി ഷാർപ്പ് ടിപ്പ് that is brought into very close proximity, that is within the order of a nanometer. അപ്പോൾ നാനോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളത് വയ്ക്കുക of the specimen surface. This probe is then raster scanned across the plane of the surface. Raster scan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും വിടാതെ സ്കാൻ ചെയ്യും. During scanning, the probe experiences deflection perpendicular to its plane in response to electronic or other interaction between the probe and the specimen surface. അപ്പോൾ ഈ ഇതിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിങ്ങൾ സർഫസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിലോ അതിനനുസരിച്ച് ദർ വിൽ ബി ഡിഫ്ലക്ഷൻസ്. അപ്പോൾ പ്രോബ് എക്സ്പീരിയൻസസ് ഡിഫ്ലക്ഷൻ പെർപെൻഡിക്കുലർ ടു ആ പ്രോബ് ഒരു ഡിഫ്ലക്റ്റ് ചെയ്യും in response to electronic or other interaction between the probe and the specimen surface. The in-surface plane and out-of-plane motions of the probe are controlled by the piezoelectric ceramic components that have nanometer resolutions. അപ്പോൾ ഇവിടെ പീസോഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം when there is എന്താ മെക്കാനിക്കൽ മൂവ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് പീസോഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഈ ഒരു മൂവ്മെൻറ്റ് ഇതിൽ ഈ സാമ്പിൾ സർഫസിലെ ഇറഗുലാരിറ്റീസ് എല്ലാം ഈ ടിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതാണ് അത് പീസോഇലക്ട്രിക് ട്യൂബ് അത് കൺട്രോൾ ചെയ്യും. നമ്മൾ നെക്സ്റ്റ് നോക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് ഇമേജിങ് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ടണലിങ് കറൻറ്റിനെ ആണ് നമ്മളിവിടെ ഈ ഡീറ്റെയിൽസിലേക്ക് ഇതിൻ്റെ ടോപ്പോളജിക്കൽ ഇമേജിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദാറ്റ് ഹാവ് furthermore these probe movements are monitored electronically and transferred to and stored in a computer which then generates the 3-dimensional image. 3-dimensional image ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഈ സ്പെസിഫിക് സ്കാനിങ് പ്രോ മൈക്രോസ്കോപ്പിക് techniques differ from one another with regard to the type of interaction that is monitored. These new SPMs, which allow examination of the surface of the materials at the atomic and molecular level, are provided a wealth of information about a host material, from integrated chips to biological molecules. Biological molecules മുതൽ integrated chipsലെ ഡീറ്റെയിൽസ് വരെ നമുക്കൊരു സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഈ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ഇതൊരു സ്കാനിങ് പ്രോബ് ഫോട്ടോഗ്രാഫാണ്, മൈക്രോഗ്രാഫാണ്. ഇറ്റ് ഷോസ് എ 111 ടൈപ്പ് സർഫസ് പ്ലെയിൻ ഓഫ് സിലിക്കണിൻ്റെ ഒരു 111 പ്ലെയിൻ ആണ്. 111 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, എച്ച് കെ എൽ വാല്യൂസാണ് 111 എന്ന് പറയുന്നത്, ഒരു പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ആരോ പോയിൻറ്റ്സ് ടു ദി ലൊക്കേഷൻ ഓഫ് എ സിലിക്കൺ ആറ്റം ദാറ്റ് വാസ് റിമൂവ്ഡ് യൂസിങ് ടങ്സ്റ്റൺ നാനോട്ടിപ്പ് പ്രോബ്. അപ്പോൾ ഇവിടെ ഒരു ടങ്സ്റ്റൺ നാനോട്ടിപ്പ് പ്രോബ് വെച്ചിട്ട് ഒരു ആറ്റം റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. ദിസ് സൈറ്റ് ഫ്രം വിച്ച് എൻ ആറ്റം ഈസ് മിസ്സിംഗ് ഈസ് ദ സർഫസ് അനലോഗ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ്, ദാറ്റ് ഈസ് എ വേക്കൻറ്റ് ലാറ്റിസ് സൈറ്റ് വിത്തിൻ ദ ബൾക്ക് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ ഒരു നോക്കൂ, ഒരു വേക്കൻസി എന്താണ് നമ്മൾ ഡിഫക്റ്റാണ്, വേക്കൻസി ഡിഫക്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. സിലിക്കൺ ആറ്റം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടേക്ക് ഈ ആറ്റംസ് 6 ആറ്റംസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ആറ്റം മിസ്സിങ് ആയിട്ട് കാണാം. അപ്പോൾ ഇതൊരു വേക്കൻസി ഡിഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോക്കൂ എത്രയാണ് അതിൻ്റെ ഈ റേഞ്ച് ഇതിൻ്റെ 10 ആംസ്ട്രോം റേഞ്ചിലാണ്. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 × 10⁻⁷ അത്രയും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്കാനിങ് പ്രോബ് ഇമേജ് മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഇതായിട്ടുള്ള ഡീറ്റെയിലിംഗ് വരെ കാണാൻ പറ്റുമെന്നാണ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ആറ്റം മിസ്സിംഗ് ആണ്, ഒരു വേക്കൻസി ഡിഫക്റ്റ് വരെ നമുക്ക് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മളിതെല്ലാം ഇതുവരെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിൽ അസംഷനിൽ നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇമാജിൻ മാത്രമല്ല, അത് ശരിക്കുള്ളതാണെന്നുള്ളത് ഈ മൈക്രോഗ്രാഫ്സ് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ സ്കാനിങ് മൈക്രോസ്കോപ്പ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മൈക്രോസ്കോപ്പി ദാറ്റ് ഫോംസ് ഇമേജ് ഓൺ സർഫസ് യൂസിങ് ഫിസിക്കൽ പ്രോബ് ദാറ്റ് സ്കാൻസ് ദി സ്പെസിമെൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദിസ് വാസ് ഫൗണ്ട് ഇൻ 1981. The first successful scanning tunneling microscope experiment was done by Binning and
roller. The key to their success was using the feedback loop to regulate gap distance between the sample and the probe. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിൻ്റെ എന്താണ് പാർട്സാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് വർക്കിംഗ് ഉണ്ട് ഇതിന്. കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡും കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ മോഡും എന്ന് പറയും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹൈറ്റും കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷനും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മോഡ് എന്ന് ഇതിന് പറയും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡ്, ദ പ്രോബ് ഈസ് നോട്ട് മൂവ്ഡ് ഇൻ ദ സെഡ് ആക്സിസ് ഡ്യൂറിങ് ദ റാസ്റ്റർ സ്കാൻ. അപ്പം പ്രോബ് ഫിക്സ്ഡ് ആക്കി വെക്കുകയാണ് ചെയ്യുക, അതിൻ്റെ ഹൈറ്റ് ഫിക്സ്ഡ് ആക്കി വെക്കുകയാണ് ചെയ്യുക. ദ വാല്യൂ ഓഫ് ഇൻട്രാക്ഷൻ അണ്ടർ സ്റ്റഡി ഈസ് റെക്കോർഡഡ്. ദ ടണലിംഗ് കറൻറ്റ് റെക്കോർഡ് ചെയ്യും. ആൻഡ് ദാറ്റ് കറൻറ്റ് ഈസ് എന്താണ് കൺവേർട്ടഡ് ഇൻ ടു ദ ഇമേജ്. കറൻറ്റിൽ നിന്ന് നമുക്ക് ഇമേജിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറയുന്നത് കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡ് എന്നാണ്. പിന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ മോഡാണ്. കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോയിന്റിൽ അത് ഒരു എന്താണ് ഒരു പോയിന്റിലല്ല, അത് കൃത്യമായിട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് അത് പോവുക. The constant interaction mode, a feedback loop is used to physically move the probe closer to or further from the surface. അപ്പോൾ അതിൻ്റെ പ്രോബിൻ്റെ ഹൈറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹൈറ്റും ഇത് കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷനാണ്. ഇതാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് എന്ന് തോന്നുന്നത്. എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, നിങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്താൽ മനസ്സിലാക്കും. ഒന്ന് കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡും ഒന്ന് കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ മോഡും എന്നാണ് പറയും. അപ്പോൾ അതിൽ നമ്മൾ ഈ ഇതിൻ്റെ സർഫസിലുള്ള അപ്പ് ആൻഡ് ഡൗൺസിനനുസരിച്ചിട്ട് ഈ പ്രോബ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. And under study to maintain a constant interaction. This interaction depends on the type of SPM, or for scanning tunneling micro, the interaction is the tunnel current. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ടണൽ കറൻറ്റും ഇതിൽ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡിൽ നിന്നാണ് യു വിൽ ഗെറ്റ് ദ ഇമേജ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് മോഡാണുള്ളത്. ഒന്ന് കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മോഡ്, ഒന്ന് കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ മോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.